Chapter 5 Continuity and Differentiability Part 10 Derivatives of Implicit Functions. പാർട്ട് 9 നമ്മൾ പഠിച്ചത് കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. നമ്മളവിടെ ചെയിൻ റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ചത്. ചെയിൻ റൂൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. f of g of x dash is f dash of g of x into g dash of x. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ജിയുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അന്നേരം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എഫിൻ്റെ ഡെറിവേറ്റീവ് പിന്നെ ജിയുടെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതണം ഇൻ ടു ജി ഡാഷ് ഓഫ് എക്സ്. പാർട്ട് 10 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം there are two types of functions, explicit functions and implicit functions. ഇപ്പോൾ ഞാനിവിടെ ഒരു സെറ്റ് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5, y ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് സൈൻ എക്സ്, y ഈക്വൽ ടു സൈൻ 2x പ്ലസ് 3, y ഈക്വൽ ടു ടാൻ റൂട്ട് എക്സ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എടുത്തിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആ ഫോമിലിരിക്കുന്ന ഇക്വേഷൻസ് ആണ്. ഇവിടെ this y is known as dependent variable and x is known as independent variable. എക്സിന് നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു 1, ദെൻ വൈ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 6. അപ്പോൾ എക്സിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വൈ ഇരിക്കുന്നത്. വൈ ഇസ് നോൺ ആസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ് ഇസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതുപോലെ ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഇക്വേഷൻസ് എല്ലാം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആ ഫോമിൽ ഇരിക്കുന്ന ഇക്വേഷൻസ് ആണ്. ഇതിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വേറൊരു സെറ്റ് ഇക്വേഷൻസ് എടുക്കാം, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കണേ. y പ്ലസ് സൈൻ വൈ ഈക്വൽ ടു കോസ് എക്സ്, സൈൻ എക്സ് പ്ലസ് കോസ് വൈ ഈക്വൽ ടു എക്സ് വൈ, എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ മൈനസ് ടാൻ എക്സ് ഈക്വൽ ടു 0, സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് എക്സ് വൈ മൈനസ് പൈ ഈക്വൽ ടു 0. ഇതിനെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈ ഫോമിലേക്ക് എഴുതാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് y ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് കൊണ്ടുവരണം. ഇവിടെ y പ്ലസ് സൈൻ വൈ ഉണ്ട്. ഇതിങ്ങനെ സോൾവ് ചെയ്ത് ഇതുപോലെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഇക്വേഷൻസ് എല്ലാം ഇരിക്കുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഈ ഫോമിലാണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്നത് ഇംപ്ലിസിറ്റ് ഇക്വേഷൻസ്. ഇംപ്ലിസിറ്റ് ഇക്വേഷൻസ്. ഈ ഫംഗ്ഷനാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഴുതി കഴിഞ്ഞാൽ ദിസ് എഫ് ഓഫ് എക്സ് ഇസ് നോൺ ആസ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് വൈ ഫോമിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഇരിക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഇസ് നോൺ ആസ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് എക്സ് വൈ മൈനസ് പൈ ഈസ് ആൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്കതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ് നമ്മൾ ഒരുപാട് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സ്പ്ലിസിറ്റ് മീൻസ് ടു സ്റ്റേറ്റ് ക്ലിയർലി, സ്പഷ്ടമായിട്ട് പറയുക, അതാണ് എക്സ്പ്ലിസിറ്റ്. The explicit function is a function in which the dependent variable has been given explicitly, clearly in terms of independent variable. Explicit function, that is y equal to f of x, explicitly expressed in terms of independent variable. It is a function in which the dependent variable is expressed in terms of independent variable. It is of the form y equal to f of x. f of x is explicit function. Examples: y equal to sin x, y equal to root x, y equal to x square minus 5, y equal to sin x square, y equal to sec x plus x, y equal to tan x plus sec x. ഇവിടേക്ക് നമുക്ക് വൈനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. വളരെ ഈസിയാണ്, സ്പഷ്ടമായിട്ട് തന്നിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ദിസ് ഫങ്ഷൻസ് ആർ എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻസ്. നൗ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ. The implicit function is a function in which the dependent variable has not been given explicitly in terms of the independent variable. Okay, not been given explicitly, clear ആയിട്ട് തന്നിട്ടുണ്ടാവില്ല.
വൈനെ ക്ലിയർ ആയിട്ട് എക്സിൽ തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, it is a function in which the dependent variable is not expressed in terms of independent variable. y equal to f of x ഫോമിൽ തന്നിട്ടുണ്ടാവില്ല. ആ ഫങ്ഷൻസ് ആണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ നമ്മൾ ഇംപ്ലിസിറ്റ് ഇക്വേഷൻ എന്ന് വിളിക്കും. എഫ് ഓഫ് എക്സ് വൈ ഇസ് നോൺ ആസ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ. എക്സാമ്പിൾസ് നോക്കി. y പ്ലസ് സൈൻ വൈ ഈക്വൽ ടു കോസ് എക്സ്, sin x plus cos y equal to xy, xy equal to tan xy, cos y equal to x into cos a plus y, etc. ഇതുപോലത്തെ 1-2 എക്സാമ്പിൾസും കൂടി നിങ്ങൾ എക്സ്ട്രാ എഴുതി ചേർക്കണം. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എടുക്കാം. അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. കൺസിഡർ ആൻ ഇംപ്ലിസിറ്റ് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. അപ്പോൾ ഇത് നമുക്ക് ഏതിൻ്റെ ഇക്വേഷനാണെന്ന് അറിയാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 ഏത് ഇക്വേഷനാണ്? നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ അത്? എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 0 0 ആൻഡ് റേഡിയസ് 5. സെൻറ്റർ 0 0 റേഡിയസ് 5 ആയ സർക്കിളാണിത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 ഇംപ്ലൈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 25 ഈക്വൽ ടു 0. ദിസ് ഇസ് ഇംപ്ലിസിറ്റ് ഇക്വേഷൻ ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 25 is known as implicit function. Okay, this is of the form f of xy equal to 0. So this is implicit equation. ഈ ഇക്വേഷനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് y ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഇതിനെ എക്സ്പ്ലിസിറ്റ് ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? വൈ സ്ക്വയർ ഇവിടെ വെക്കണം, എക്സ് സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. വൈ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ. So taking square root we get y equal to plus or minus root of 25 minus x square. അപ്പോൾ സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്കിവിടെ രണ്ട് ഫങ്ഷൻസ് കിട്ടി. y ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് y ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഫംഗ്ഷൻ അല്ല. ഞാനിവിടെ ഒരു വേർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വേർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. ഇവിടെ ഒരു വേർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ വേർട്ടിക്കൽ ലൈൻ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാനിവിടെ 2 ഒരു വേർട്ടിക്കൽ ലൈൻ വരച്ചു. ആ 2 വരയ്ക്കുന്ന വേർട്ടിക്കൽ ലൈൻ ഇവിടെ ഒരു പോയിന്റിലൂടെയും പാസ് ചെയ്യും, ഇവിടുത്തെ ഒരു പോയിന്റിലൂടെയും പാസ് ചെയ്യും. അതായത് 2ന് 2 ഇമേജ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്താവണം? ഒരു പോയിന്റിന് ഒറ്റൊരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എടുത്തു വൈ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഇതുപോലെ വരും. ഓക്കെ, എക്സ് ആക്സിൻ്റെ മുകളിൽ വരുന്ന സെമി സർക്കിളാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ വൈ ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ എടുത്താലോ ഇതുപോലെ ഇരിക്കുന്ന സെമി സർക്കിൾ വരും. എക്സ് ആക്സിന് താഴെ വരുന്ന ഇതുപോലെ ഇരിക്കുന്ന സെമി സർക്കിളാണ് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫായിട്ട് വരുന്നത്. ഇത് രണ്ടും ചേർത്താലാണ് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25ൻ്റെ ഗ്രാഫ് കിട്ടുന്നത്. മുകളിലത്തെ പാർട്ടും വേണം, താഴെ ഇരിക്കുന്ന പാർട്ടും ഉണ്ടാകും. ഇനി നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിപ്പോൾ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ മനസ്സിലേക്ക് വരണം. അതുപോലെ തന്നെ 25 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ മനസ്സിലേക്ക് വരണം. ഇത് കുറച്ചും കൂടി ഈസി ആയ ഒരു എക്സാമ്പിളാണ്. നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഡിഫറൻ്റ് ആയ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് വൈയിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എഴുതിയാൽ തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പിന്നെയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇംപ്ലിസിറ്റ് ഫങ്ഷൻ്റെ ഫോമിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അതെങ്ങനെ ചെയ്യുന്നേ നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ഗിവൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ, ഇംപ്ലിസിറ്റ് ഇക്വേഷൻ. എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് 2x. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ? ഇവിടെ ഒരു കാര്യം ഓർക്കണേ, വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വൈ ഇസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അന്നേരം വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ഡി വൈ ബൈ ഡി എക്സ് എഴുതണം. പിന്നെ വരുന്നത് ഡെറിവേറ്റീവ് ഓഫ് 25, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് ഇസ് 0. ഇതുപോലെ വരും. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x, ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ ഇസ്
2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് 25 0. ഈ ഒരു പാർട്ടിൽ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ y വരുന്ന സ്ഥലത്തൊക്കെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാകും. കാരണം y ഈസ് ഡിപ്പെൻഡിങ് ഓൺ എക്സ്, y ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. അന്നേരം നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് y വരുന്ന ടേം വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ത് എഴുതണം? ഡി വൈ ബൈ ഡി എക്സ് എഴുതണം. ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. അത് എഴുതില്ലെങ്കിൽ നമ്മുടെ ആൻസറൊക്കെ തെറ്റിപ്പോകും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സിലെ ടേം എൽ എച്ച് എസിൽ വെക്കണം. മറ്റേ ടേം ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേമിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകണം. 2x ഇപ്പുറത്തേക്ക് എടുത്തു, -2x. ഇവിടെ പ്ലസ് ഉള്ളത് ഈക്വൽ സൈനിൻ്റെ മറ്റേ സൈഡിൽ പോകുമ്പോൾ മൈനസ് ആകും, -2x. ഇനി എന്താ ചെയ്യേണ്ടത്? 2y കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -2x ഡിവൈഡ് ബൈ 2y. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -x/y. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -x/y. വളരെ എളുപ്പത്തിൽ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അതേ ഫോമിൽ വെച്ചുകൊണ്ട് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. എന്നാൽ നമുക്ക് തെറ്റുകൂടാണ്ട് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് y, ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഇസ് ഡി വൈ ബൈ ഡി എക്സ്. ഇത് നമുക്ക് അറിയാം. ഇനി ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ഫോമിലാണ് ഇരിക്കുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താ? 2x ആണ്. ഇപ്പോൾ നമ്മൾ സൈൻ എക്സ് സ്ക്വയർ, സൈൻ എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? സൈൻ എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയിൻ റൂളാണ് ഉപയോഗിച്ചത്. സൈൻ എക്സ് ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ ഫോം. ഇപ്പോൾ 2 സൈൻ എക്സ് എഴുതിയിട്ട് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എഴുതി. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. 2y എഴുതിയിട്ട് ഡെറിവേറ്റീവ് ഓഫ് y. y ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. y ഈക്വൽ ടു സൈൻ എക്സ് പോലെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇത് y സ്ക്വയർ പോലെയാണ് ഇരിക്കുന്നത്. 2y ഡെറിവേറ്റീവ് ഓഫ് y. അതുപോലെയാണ് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്. അപ്പം നമ്മൾ ഓർക്കേണ്ടത് y ഇല്ല സമയത്തൊക്കെ നമ്മൾ ഈ ടേം എഴുതണം. ഡി വൈ ബൈ ഡി എക്സ് എഴുതണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ y എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഡി വൈ ബൈ ഡി എക്സ് എഴുതണം. Now third one, what is derivative of y cube? ആൻസർ പറഞ്ഞേ 3y square dy by dx. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. സോ ഡെറിവേറ്റീവ് ഓഫ് y ക്യൂബ് ഇസ് 3y സ്ക്വയർ dy by dx. ഫോർത്ത് വൺ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ. ഇപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് എക്സ് ഇൻറ്റു വൈ പ്രൊഡക്റ്റ് ഓഫ് 2 ഫങ്ഷൻസ് ആണ്. ഇത് എക്സ് ഒരു ഫങ്ഷൻ, വൈ ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. ഇപ്പോൾ ഇവിടെ 2 ഫങ്ഷൻസ് ഉണ്ട്, എക്സും വൈയും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഏത് റൂളാണ്? പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്താ പ്രോഡക്റ്റ് റൂൾ? എഫ് ജി ഡാഷ് ഇസ് എഫ് ജി ഡാഷ് പ്ലസ് ജി എഫ് ഡാഷ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ഇസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ. ഓക്കെ, എക്സ് ഇൻറ്റു വൈ ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. Now fifth one, x into y square. ഇവിടെയും സെയിം ആണ്, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ചെയ്തേ പെട്ടെന്ന് x into derivative of y square. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. Now what is derivative of y square? 2y dy by dx plus y square into derivative of x is 1. So this is equal to 2y into x is 2xy dy by dx plus y square. അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. Now fifth one, d by dx of s square. d by dx of s square is, s is a function of x. 2s into ds by dx. s is dependent variable, x is independent variable. അപ്പോൾ എസ്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു റൈറ്റ് ഡി എസ് ബൈ ഡി എക്സ്. ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഡി ബൈ ഡി ടി ആണ്. വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. ഇവിടെ ഫംഗ്ഷൻ ഇരിക്കുന്നത് ടിയിൽ തന്നെയാണ്, ഫംഗ്ഷൻ ഓഫ് ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 2t ഡി ടി ബൈ ഡി ടി ഉണ്ടാകും. ഡിഫറൻഷ്യേറ്റ് ടി വിത്ത് റെസ്പെക്ട് ടു ടി. ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി ഇസ് 1. സോ 2t ഇൻറ്റു 1 2t. ഈ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാക്കി പഠിക്കണേ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എസ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഫംഗ്ഷൻ ഓഫ് എസ് ആണ് ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വേറെ വേറെ വേരിയബിളാണ്. ഇവിടെ അങ്ങനെയല്ല, ഫംഗ്ഷൻ ഓഫ് ടി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. അന്നേരം 2t മാത്രമേ ഉണ്ടാകൂ.
എസ്സിലെ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുന്ന സമയത്ത് ഡി എസ് ബൈ ഡി എക്സ് ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ ഇവിടെ എഴുതാൻ കാരണം നമ്മുടെ ഇക്വേഷൻസ് എപ്പോഴും എക്സിനും വൈയിലും തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ വേരിയബിൾ മാറ്റിയിട്ട് തരാം. ഓക്കെ, എസ്സും എക്സും ആണെങ്കിൽ ഡി എസ് ബൈ ഡി എക്സ് ഉണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു വെക്കണം. 7th one, dy dx of sin y, ഡെറിവേറ്റീവ് ഓഫ് സൈൻ വൈ കോസ് വൈ. പക്ഷെ വൈ ആന്നിരിക്കുന്നേ, അന്നേരം ഒരു ടേമും കൂടി വരും. എന്താ അത്? ഡി വൈ ബൈ ഡി എക്സ്. ചെയിൻ റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ കോസ്, ദെൻ ഡെറിവേറ്റീവ് ഓഫ് വൈ ഡി വൈ ബൈ ഡി എക്സ്. നൗ 8th one, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ വൈ. എന്താ പെട്ടെന്ന് പറഞ്ഞേ? സീക്സ് സ്ക്വയർ വൈ ഡി വൈ ബൈ ഡി എക്സ്. നൗ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് വൈ. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇവിടെ എക്സ് ഇൻറ്റു വൈ ഉണ്ട്. ഇത് ടാൻ എക്സ് അല്ല, ടാൻ എക്സ് വൈ. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. ഡെറിവേറ്റീവ് ഓഫ് ടാൻ സീക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് സീക്സ് സ്ക്വയർ എക്സ് വൈ. എന്നിട്ട് എന്ത് ചെയ്യണം? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ. ചെയിൻ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. Derivative of x is 1. So 6 square xy, x into dy by dx plus y. Okay, ഇതാണ് നമ്മുടെ ആൻസർ. Now last one, dy by dx of 9y. ഇത് വളരെ എളുപ്പമല്ലേ? എന്ത് ചെയ്യണം? 9നെ ഡെറിവേറ്റീവിൻ്റെ പുറത്ത് വെച്ചിട്ട് ഡെറിവേറ്റീവ് ഓഫ് y എഴുതി കഴിഞ്ഞാൽ ആൻസറായി. 9 into dy by dx. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? വളരെ ഈസി ആയതായിരിക്കും തെറ്റിക്കൽ. 9 മാത്രം എഴുതി വെക്കും. അങ്ങനെ ചെയ്യരുത്. 9y ആണ്. We are differentiating with respect to x. So 9 into dy by dx. ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, y ആണ് വേരിയബിൾ, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ടേം വരും. ഏതാത് ടേം? dy by dx. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയ 3 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. Derivative of implicit function. To find dy by dx of implicit function, first step, differentiate both sides with respect to x. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇക്വേഷൻ തന്നിട്ടുണ്ടാകും, ആ ഇക്വേഷൻ്റെ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. സെക്കൻഡ് സ്റ്റെപ്പ്, ടേക്ക് ഓൾ ദ ടേംസ് ഇൻവോൾവിംഗ് dy by dx to one side and the remaining terms to the other side. dy by dx ഇരിക്കുന്ന ടേംസിനെല്ലാം LHSൽ വെക്കണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെക്കണം. dy by dx ഇല്ലാത്ത ടേംസിനൊക്കെ നമ്മൾ RHSലേക്ക്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്താ? കൺവേർട്ട് ഇറ്റ് ടു ദ ഫോം dy by dx ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. അതായത് LHSൽ dy by dx മാത്രം വെക്കണം, ബാക്കി വരുന്ന ടേംസ് ഒക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ടേം ഉണ്ടെങ്കിൽ അത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ കിട്ടും. dy by dx ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഫോമിൽ വരും. ഇതാണ് നമ്മുടെ ആൻസർ. ഫൈൻഡ് dy by dx if x ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ. ഇപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താ? ഗിവൻ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ. ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ദെൻ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. Differentiate both sides with respect to x. Derivative of x cube is 3x square. Derivative of y cube is 3y square into dy by dx. ഇത് മറന്നു പോകരുത്. 3y square into dy by dx equal to derivative of sin is cos. So cos x plus y into d by dx of x plus y. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. സൈൻ എക്സ് അല്ല ഇരിക്കുന്നത്, എക്സിന് പകരം വേറെ ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും കൂടി ഇവിടെ ചേർക്കണം. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കലാണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1, ഡെറിവേറ്റീവ് ഓഫ് വൈ dy by dx. അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. 3x square plus 3y square dy by dx equal to cos x plus y 1 plus dy by dx. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? dy by dx ടേമിന് ഇപ്പുറത്തേക്ക് എടുക്കണം. പക്ഷെ ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. ആദ്യം cos x plus y into 1 is cos x plus y. cos x plus y into dy by dx is cos x plus y into dy by dx. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് dy by dx ഇരിക്കുന്ന ടേംസിനൊക്കെ LHSൽ കൊണ്ടുപോകണം. dy by dx ഇല്ലാത്ത ടേമിനെ RHSലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. ഈ ടേം ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആകും. ഈ 3x സ്ക്വയർ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ മൈനസ് 3x സ്ക്വയർ ആയിട്ട് മാറും.
അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് dy/dx ഇവിടെ കോമൺ അല്ലേ, ആ ടേമിന് എന്ത് ചെയ്യണം, ബ്രാക്കറ്റിന് പുറത്ത് വെച്ചിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്തൊക്കെ വരും, 3y² മൈനസ് കോസ് എക്സ് പ്ലസ് വൈ. ഇവിടെ കോസ് എക്സ് പ്ലസ് വൈ മൈനസ് 3x². ഓക്കെ, dy/dx നമ്മൾ കോമൺ ആയിട്ട് പുറത്ത് വെച്ചു. അപ്പോൾ ഇതുപോലൊരു ബ്രാക്കറ്റ് കിട്ടും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ dy/dx ഇവിടെ വെക്കും, ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റാണ്, ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ ടേം ഇതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് വരും. dy/dx ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ മൈനസ് 3x² ഡിവൈഡഡ് ബൈ 3y² മൈനസ് കോസ് എക്സ് പ്ലസ് വൈ. ഓക്കെ, തെറ്റിക്കാണ്ട് ചെയ്യണേ. ഇവിടെ പ്രൊഡക്റ്റാണ്, ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ ഡിവൈഡഡ് ബൈ ആയിട്ട് വരും. ഓക്കെ, സോ ദിസ് ഇസ് അവർ ആൻസർ. ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, ഈ ടോപ്പിക്കിൽ നമ്മൾ 2 സെറ്റ് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. സെറ്റ് 1ൽ 8 പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല പ്രോബ്ലംസ് ആണ്. സെറ്റ് 2ൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ്. 7 പ്രോബ്ലംസ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എല്ലാ പ്രോബ്ലംസും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടുന്നുണ്ട്. വീഡിയോ നോക്കുന്ന കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് അതിനെ അടുത്ത വീഡിയോയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ സെറ്റ് 1ൽ 8 പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് പ്രോബ്ലംസ്. ഫൈൻഡ് dy/dx ഫോർ ദ ഫോളോവിങ്. നിങ്ങളൊരു മാറ്റം ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് തരുന്നതെങ്കിൽ പ്രോബ്ലത്തിൽ ചോദിക്കുന്നത് ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഡിഫറൻഷിയേറ്റ് f(x) = x³. പക്ഷേ ഇവിടെ നോക്കിയാൽ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ അതിലൊക്കെ എങ്ങനെ ചോദ്യം വരുന്നത്, ഫൈൻഡ് dy/dx. അപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് തരുന്നതെങ്കിൽ അവിടെ ചോദ്യത്തിലുണ്ടാവുക ഫൈൻഡ് dy/dx. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന 8 പ്രോബ്ലംസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് ആൻസർ വെരിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ വളരെ ഈസി ആയ പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാം. 2x + 3y = sin x. എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. തന്ന ഇക്വേഷൻ എഴുതാം, ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് 2x + d/dx of 3y = ഡെറിവേറ്റീവ് ഓഫ് sin x. Now this is 2 into derivative of x. 2 constant ഡെറിവേറ്റീവിൻ്റെ പുറത്ത് വെച്ചിട്ട് ഡെറിവേറ്റീവ് ഓഫ് x. Derivative of x is 1. So 2 into 1. Now here d/dx of 3y is 3 into derivative of y. And what is derivative of sin x? Derivative of sin x is cos x. ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണേ, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. എല്ലാ ഇക്വേഷൻസും നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിൽ ഒന്നും കൂടി പഠിച്ച ശേഷം വീഡിയോ കാണുക. സോ 2 into 1 is 2. 3 into dy/dx. Derivative of sin x is cos x. ഇനി നമ്മൾ എന്ത് ചെയ്യണം, dy/dx ഇരിക്കുന്ന ടേംസിനെ LHSൽ വെക്കണം. dy/dx ഇല്ലാത്ത ടേമിനെ RHSലേക്ക് കൊണ്ടുപോകണം. സോ 3 dy/dx = cos x - 2. ഇനി നമ്മൾ ഈ 3 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി. dy/dx = cos x - 2 ഡിവൈഡഡ് ബൈ 3. Now second one, 2x + 3y = sin y. തന്ന ഇക്വേഷൻ അതുപോലെ എഴുതാം. Then differentiate both sides with respect to x. Derivative of 2x + derivative of 3y = derivative of sin y. Now this is 2 into derivative of x. തൊട്ട് മുന്നേ ചെയ്ത് അതേപോലെയാണ്, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. So 2 into 1 + 3 into derivative of y. Derivative of sin y is cos y dy/dx. ഇനി നമ്മൾ ചെയ്യേണ്ടത് dy/dx ഉള്ള ടേമിനെ LHSലേക്ക് കൊണ്ടുപോകണം. dy/dx ഇല്ലാത്ത ടേമിനെ RHSലേക്ക് കൊണ്ടുവരണം. 3 dy/dx - cos y dy/dx = -2. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ മൈനസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ മൈനസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടേമിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം dy/dx കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കാം. dy/dx, ടേക്ക് dy/dx ഔട്ട്സൈഡ്. റിമൈനിങ് ടേംസ് ആർ cos y - 3. സോ dy/dx = 2 ഡിവൈഡഡ് ബൈ cos y - 3. Now third one, ax + by² = cos y. Differentiating both sides with respect to x. Derivative of ax + derivative of by² = derivative of cos y. A is a constant, so derivative of ax is a into derivative of x dx/dx. What is derivative of x with respect to x? 1. Now derivative of by², that is b into derivative of y². Derivative of y² is 2y dy/dx. Derivative of cos y. The derivative of cos y - sin y. Sin y into derivative of y.
അപ്പോൾ അതുപോലെ എഴുതാം. എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1. എ ഇൻറ്റു 1 ഇസ് എ. ബി ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ 2y dy ബൈ ഡി എക്സ്. കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ dy ബൈ ഡി എക്സ്. ഇനി dy ബൈ ഡി എക്സ് ഇരിക്കുന്ന ടേമിനെ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകണം. ഈ എ dy ബൈ ഡി എക്സ് ഇല്ലാത്ത ടേമിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുവരണം. Now this is b into 2y, that is 2by dy by dx plus sin y dy by dx equal to a ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം മൈനസ് എ ആയിട്ട് മാറും. ഇനി dy by dx കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. റിമൈനിങ് ടേംസ് ആർ 2by പ്ലസ് സൈൻ y. 2by പ്ലസ് സൈൻ y. സോ dy by dx equal to മൈനസ് എ ഡിവൈഡഡ് ബൈ 2by പ്ലസ് സൈൻ വൈ. ഇവിടെ പ്രൊഡക്റ്റ് ആണ്. ഈ പാർട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ വരും, ഡിനോമിനേറ്ററിലേക്ക് പോകും. സോ ആൻസർ ഇസ് മൈനസ് എ ഡിവൈഡഡ് ബൈ 2by പ്ലസ് സൈൻ വൈ. Now fourth one, xy plus y square equal to tan x plus y. Differentiating both sides with respect to x. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, x into y ആണ്. അപ്പോൾ നമ്മൾ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. Okay, x into y, product of two functions. So first function into derivative of second function plus second function into derivative of first function. So d by dx of xy plus d by dx of y square, d by dx of tan x plus d by dx of y. Now apply product rule. X into derivative of y plus y into derivative of x is 1. Now derivative of y square is 2y dy by dx equal to, what is derivative of tan x? 6 square x. Then derivative of y. ഇനി നമ്മൾ ചെയ്യേണ്ടത് dy by dx ഇരിക്കുന്ന ടേംസിനൊക്കെ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ എത്ര ടേംസ് ഉണ്ട് dy by dx ഇരിക്കുന്നത്? ഇവിടെ ഒരു ടേം ഉണ്ട്, ഇത് രണ്ടാമത്തെ ടേം, ഇത് മൂന്നാമത്തെ ടേം. ഈ മൂന്നാമത്തെ ടേമിനെ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ ഇവിടെ y into 1 y ഉണ്ട്, dy by dx ഇല്ലാത്ത ടേം, ഇതിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുവരണം. സോ വി ഗെറ്റ് എക്സ് dy by dx പ്ലസ് 2y dy by dx. ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി, ഇവിടെ പ്ലസ് ആണ്, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് വരും. 6 സ്ക്വയർ എക്സ്. ഈ പ്ലസ് വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അതെന്തായി മാറും? മൈനസ് വൈ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? dy by dx കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാകും? എക്സ് പ്ലസ് 2y മൈനസ് 1. ഇവിടെ മൈനസ് 1 ഇൻറ്റു dy by dx ആണ്. അപ്പോൾ dy by dx നമ്മൾ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക മൈനസ് 1. So dy by dx x plus 2y minus 1 equal to 6 square x minus y. So dy by dx equal to, ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഇതിവിടെ പ്രോഡക്റ്റ് ആണ്, ന്യൂമറേറ്ററിലാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് പോകും. സോ ആൻസർ ഈസ് dy by dx equal to 6 square x minus y divided by x plus 2y minus 1. Now fifth one, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ. ഇതൊക്കെ നമുക്ക് അറിയാം. എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അറിയാം, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നറിയാം, 100 കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നറിയാം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 100. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് 2x. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1. Then derivative of y square. Derivative of y square is 2y dy by dx. Derivative of constant. 100 is a constant. Derivative of constant is 0. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? dy by dx ഇരിക്കുന്ന രണ്ട് ടേംസ് ഉണ്ട്, ഇതിനെ എൽ എച്ച് എസിൽ തന്നെ വെക്കണം. dy by dx ഇല്ലാത്ത ടേംസിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകണം. സോ എക്സ് ഇൻറ്റു dy by dx പ്ലസ് 2y dy by dx ഈക്വൽ ടു, ഈ രണ്ട് ടേമിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ടും എന്താകും? മൈനസ് ആയിട്ട് വരും. മൈനസ് 2x മൈനസ് y. ഇനി dy by dx കോമൺ ആയിട്ട് പുറത്ത് വെക്കാം. ഇപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സ് പ്ലസ് 2y. ഇവിടെ രണ്ട് ടേമിൽ മൈനസ് ഉണ്ട്, ആ മൈനസ് നമുക്ക് കോമൺ ആയിട്ട് പുറത്ത് വെക്കാം. മൈനസ് 2x പ്ലസ് y. സോ വാട്ട് ഇസ് dy by dx? dy by dx ഈക്വൽ ടു മൈനസ് ഓഫ് 2x പ്ലസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് 2y. Now sixth one, x cube plus x square y plus xy square plus y cube equal to 81. ഇവിടെ നോക്കിയേ, ഇവിടെയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും, ഇവിടെയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ വൈ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ ക്യൂബ്
ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 81. വളരെ സിമ്പിളാണ്, നല്ല രസമായ പ്രോബ്ലംസ് ആണ്, നന്നായിട്ട് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്, ഈസിയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പ്രോബ്ലംസ് വെറുതെ എഴുതി വെച്ചാൽ പോരാ, അത് സ്വന്തമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് 3x². ഇവിടെ പ്രോഡക്റ്റ് റൂൾ, എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ dy/dx പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x². ഡെറിവേറ്റീവ് ഓഫ് x² ഇസ് 2x. ഇവിടെയും നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് y² ഇസ് 2y dy/dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് x ഇസ് 1. Here derivative of y cube. Derivative of y cube is 3y² into dy/dx. Derivative of 81. 81 is a constant. Derivative of constant is 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് dy/dx ടേംസിനെ LHSൽ വെക്കണം. dy/dx ഇല്ലാത്ത ടേംസിനെ RHSലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഏതൊക്കെ ടേംസിൽ dy/dx ഉണ്ട്? x². ഓക്കെ, x ഇൻറ്റു 2y, ദാറ്റ് ഇസ് 2xy പ്ലസ് 3y². ഇപ്പോൾ ഇവിടെ നിന്ന് dy/dx കോമൺ ആയിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ x² 2xy പ്ലസ് 3y², ആ 3 ടേംസാണ് ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് വരിക. ഇനി നമ്മൾ ഈ 3 ടേംസിനെ RHSലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഈ 3 ടേംസും പ്ലസ് ആണ്, പോസിറ്റീവാണ്. അത് RHSലേക്ക് പോകുമ്പോൾ 3 ടേംസും നെഗറ്റീവ് ആവും. ആ മൈനസിനെയാണ് നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് വെക്കുന്നത്. 3 ടേംസും നെഗറ്റീവാണ്. സോ വി ക്യാൻ ടേക്ക് മൈനസ് സൈൻ ഔട്ട്സൈഡ്. സോ മൈനസ് ഓഫ് 3x² പ്ലസ് 2xy പ്ലസ് y². ഇനി എന്ത് ചെയ്താൽ മതി? ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഡിനോമിനേറ്ററിലേക്ക് വരും. സോ dy/dx ഈക്വൽ ടു മൈനസ് 3x² പ്ലസ് 2xy പ്ലസ് y² ഡിവൈഡഡ് ബൈ x² പ്ലസ് 2xy പ്ലസ് 3y². ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫോമിലേക്കുള്ള എഴുതാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനേക്കാളും എന്താണെന്നുള്ളത് ഇംപ്ലിസിറ്റ് ഇക്വേഷൻ തന്നെ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് dy/dx കണ്ടുപിടിക്കാൻ പറ്റും. Now 7th one, sin square y plus cos xy equal to pi. ഓക്കെ, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. sin square y is sin y whole square. അപ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്? ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് sin square y plus d/dx of cos xy equal to d/dx of pi. Sin square y is sin y whole square. x² പോലെ ഇരിക്കുന്ന ഫംഗ്ഷൻ, x² ഡെറിവേറ്റീവ് 2x. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് എഴുതണം? 2 sin y. ഓക്കെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് sin y. ഓക്കെ, x² പോലെയാണ് ഇരിക്കുന്നത്. x² ഡെറിവേറ്റീവ് 2x, 2 sin y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin y. ഡെറിവേറ്റീവ് ഓഫ് sin y is cos y dy/dx. തെറ്റിക്കാണ്ട് ചെയ്യണേ, ചെയിൻ റൂളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. x² ഡെറിവേറ്റീവ് ഓഫ് x² is 2x. ഇതാണ് നമ്മുടെ x അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് വൈ. ഇപ്പോൾ y ഉള്ളത് കൊണ്ട് dy/dx. സോ ഡെറിവേറ്റീവ് ഓഫ് sin square y is 2 sin y cos y dy/dx പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് കോസ് xy. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ xy വരും. മൈനസ് സൈൻ xy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് xy. ഇപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. x ഇൻറ്റു y, രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ബാക്കി ടേംസ് ഒക്കെ അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y പ്ലസ് y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x ഇസ് 1. y ഇൻറ്റു 1 ഇസ് y ഈക്വൽ ടു 0. ഡെറിവേറ്റീവ് ഓഫ് പൈ. Pi is a constant. So derivative of pi is equal to 0. So 2 sin y cos y dy/dx minus ഇതിനെ ഈ ബ്രാക്കറ്റിനെ നമ്മൾ ഓപ്പൺ ചെയ്യണം. മൈനസ് സൈൻ xy ഇൻറ്റു എക്സ് dy/dx ഇസ് മൈനസ് എക്സ് സൈൻ xy dy/dx. ഈ ടേം കൊണ്ട് സെക്കൻഡ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ xy ഇൻറ്റു വൈ, ദാറ്റ് ഇസ് മൈനസ് വൈ സൈൻ xy. ബ്രാക്കറ്റിന് പുറത്തിരിക്കുന്ന ടേം കൊണ്ട് ബ്രാക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് സൈൻ xy ഇൻറ്റു എക്സ് ഇൻറ്റു dy/dx. എക്സിനെ നമ്മൾ ആദ്യം എഴുതിയതേ ഉള്ളൂ. എക്സ് ഇൻറ്റു സൈൻ xy dy/dx. ഈ ടേം കൊണ്ട് വൈനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈനെ ആദ്യം എഴുതണം. മൈനസ് വൈ സൈൻ xy ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? dy/dx ഇരിക്കുന്ന ടേംസിനെ ഇവിടെ തന്നെ വെക്കണം. dy/dx ഇല്ലാത്ത ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ, എന്നിട്ട് dy/dx കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 2 sin y cos y. ഇത് ഏത് ഇക്വേഷനാണ്? 2 sin x cos x sin 2x. 2 sin y cos y sin 2y.
പിന്നെ ഇവിടെ ഉള്ളത് -x sin xy ഈക്വൽ ടു എന്താ വരുന്നത് y sin xy. So what is dy by dx? dy by dx equal to y sin xy divided by sin 2y minus x sin xy. Okay, so this is the answer. ഈ പാർട്ടിലെ ലാസ്റ്റ് പ്രോബ്ലം ആണിത്. ഓക്കെ, എട്ടാമത്തെ പ്രോബ്ലം ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു 1. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് എന്നിട്ട് ആൻസർ വെരിഫൈ ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്? ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 1. വാട്ട്സ് ഡെറിവേറ്റീവ് ഓഫ് 1? 1 ഇസ് എ കോൺസ്റ്റന്റ്. ഡെറിവേറ്റീവ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ സൈൻ സ്ക്വയർ എക്സ് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് എക്സ് സ്ക്വയർ വരെ. സൈൻ സ്ക്വയർ എക്സ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പോലെ ഇരിക്കുന്ന ഫംഗ്ഷൻ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. അപ്പോൾ സൈൻ എക്സ് ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2 sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇസ് കോസ് എക്സ്. ചെയിൻ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ജി ഡാഷ് അതായത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി ഇവിടെ ഇരിക്കുന്നത് കോസ് സ്ക്വയർ വൈ, ദാറ്റ് ഇസ് കോസ് വൈ ഹോൾ സ്ക്വയർ. 2 cos y into derivative of cos y. Derivative of cos y is minus sin y into dy by dx. Derivative of 1, 0. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്യണേ. 2 sin x cos x നമുക്കറിയാം എന്താ അത്? sin 2x. 2 sin y cos y. ഈ മൈനസ് സൈൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 sin y cos y is sin 2y. പിന്നെ dy by dx equal to 0. That is sin 2y dy by dx equal to sin 2x. ഈ ടേമിന് ഇപ്പുറത്തേക്ക് എടുത്തതാണ്. മൈനസ് സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവായി വരും. ഇത് ഇവിടെ തന്നെ വെക്കാം. എന്നിട്ട് നമ്മൾ സൈഡ് അങ്ങ് മാറ്റി എഴുതിയത് sin 2y dy by dx equal to sin 2x. So what is dy by dx? dy by dx equal to sin 2x divided by sin 2y. ഇത് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, ഇത് ഇവിടെ തന്നെ നിർത്തണം. ഇതാണ് നമ്മുടെ ആൻസർ. സോ dy by dx equal to sin 2x divided by sin 2y. ഈ പാർട്ടിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ 8 പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ 7 പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.